പെൻഷനുകളെല്ലാം മാസങ്ങളായി കുടിശ്ശികയായിട്ട് സാമൂഹികക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് കണ്ടെത്തേണ്ടത് 5000 കോടിയിലേറെ രൂപ. സജീവ ചർച്ചയ്ക്കൊരുങ്ങി പ്രതിപക്ഷം. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. സാമൂഹികക്ഷേമ പെൻഷനും സർക്കാർ സഹായമുള്ള മുഴുവൻ ക്ഷേമനിധി പെൻഷനുകളും സംസ്ഥാനത്ത് മാസങ്ങളായി കുടിശ്ശികയിൽ. സർക്കാരിൻ്റെ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയ പെൻഷനുകളിൽ ചിലത് മുടങ്ങിയിട്ട് ഒരു വർഷം വരെ പിന്നിട്ടു. 5000 കോടിയിലേറെ രൂപയാണ് സാമൂഹികക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് കണ്ടെത്തേണ്ടത്. പെൻഷൻ വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അഭിമാന സ്തംഭമായി ഉയർത്തിക്കാണിച്ച പെൻഷൻ വിതരണം ഇടതു സർക്കാർ മറന്ന മട്ടിലാണ്. ചിരിച്ചുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന അമ്മൂമ്മമാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ എവിടെയുമില്ല. 1600 രൂപ സാമൂഹികക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം. സർക്കാർ സഹായമുള്ള 16 ക്ഷേമനിധി പെൻഷനിൽ ഒരെണ്ണം പോലും നേരാവണ്ണം കൊടുക്കാനാകുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആഭരണ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്ക് ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു വർഷത്തോടടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്കും ബീഡി ചുരുട്ട് തൊഴിലാളികൾക്കും ഖാദി തൊഴിലാളികൾക്കും ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായിട്ട് കൊല്ലത്തോളമായി. സാമൂഹികക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാരിന് പ്രതിമാസം കണ്ടെത്തേണ്ടത് 900 കോടി രൂപയാണ്. വിവിധ ക്ഷേമനിധി പെൻഷനുകൾക്ക് 90 കോടി രൂപയും. സാമൂഹികക്ഷേമ പെൻഷനിലെ 5 വിഭാഗങ്ങളിൽ വാർദ്ധക്യകാല, വിധവ, ഭിന്നശേഷി പെൻഷനുകളിൽ 1/3 തുക കേന്ദ്ര സർക്കാർ വിഹിതമാണ്. ഇതിനെ പഴിച്ചാണ് സംസ്ഥാന ധനമന്ത്രിയുടെ നിരന്തരമായ പ്രതിരോധം. മദ്യത്തിലും ഇന്ധനത്തിലും സെസ് ഏർപ്പെടുത്തുകയായി കഴിഞ്ഞ വർഷം നവംബർ വരെ സംസ്ഥാനം പിരിച്ചത് 740 കോടി രൂപയാണ്. പക്ഷേ ഇത് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അംശാദായം പറ്റിയാണ് 16 ക്ഷേമനിധി പെൻഷനും മുടക്കുന്നത്. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.